ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീസ്റ്റോമിൻ്റെ തന്നെ 250 SX ആണ്. തേർഡ് ഗിയറിൽ നിങ്ങൾക്ക് വണ്ടി നിർത്തിയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അത്ര റിഫൈൻമെൻ്റ് ആണ് ഈ വണ്ടി. അതുകൂടാതെ ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം പറയാനാണെങ്കിലില്ലേ, മൈൻഡ് ബ്ലോയിങ് ആണ്. 45+ ആണ്. പക്ഷേ കമ്പനി പറയുന്നത് എത്രയെന്ന് വെച്ചാൽ 35 ആണ്. അതാണ് നമ്മുടെ വീസ്റ്റോം. ഇന്ന് നമ്മുടെ കയ്യിൽ ഇത് സെയിലിനുള്ള വണ്ടിയാണ്. ജസ്റ്റ് 1 month ഓൾഡ്, 2000 കിലോമീറ്റർ. ബാക്കി അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വീസ്റ്റോം വെറും 2000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഈ വണ്ടിയുടെ ലുക്ക് നിങ്ങൾ നോക്കിയേ, ഒരു ചീറ്റപ്പുലി ലുക്കാണ്. പിന്നെ ഇതിൻ്റെ ബിഗ് ഡാഡി, വീസ്റ്റോമിൻ്റെ ബിഗ് ഡാഡിനെ നിങ്ങൾക്ക് അറിയാലോ, വീസ്റ്റോം 1050. ആ ഒരു ബ്ലഡ് ലൈൻ തന്നെയാണ് നമ്മുടെ വീസ്റ്റോം. ഇവൻ്റെ അത്യാവശ്യം സൈസ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇവൻ്റെ മൈലേജ് ഏകദേശം 45+ ആണ്. അത് കസ്റ്റമേഴ്സ്, എനിക്ക് പരിചയമുള്ള കസ്റ്റമേഴ്സിനും 45+ കിട്ടിയിട്ടുണ്ട്. കമ്പനി 35 ആണ് ഓഫർ ചെയ്യണമെന്നെങ്കിലും 45+ ആണ്. അത് ഇതുപോലത്തെ ഒരു അഡ്വഞ്ചർ ബൈക്കിന് 45 ഒക്കെ കിട്ടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു വണ്ടിപ്രാന്തന് ഒരു വണ്ടിയിൽ നിന്ന് ആഗ്രഹിക്കണം എന്തൊക്കെയാണ്? റിഫൈൻമെൻറ്റ്, മൈലേജ്, പവർ, അതുപോലെ ലുക്സ്, ഈ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ഫുൾ പാക്ഡ് വണ്ടിയാണ് നമ്മുടെ വീസ്റ്റോം 250 SX. എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ സീറ്റിങ് നല്ല കംഫർട്ടാണ്. അത് റൈഡറിനാണെങ്കിലും പില്ലിയനാണെങ്കിലും നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഹാൻഡിലിങ്, പിന്നെ അതുകൂടാതെ മൈലേജ്, പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, ഇതിൻ്റെ ലുക്സ്. ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്കിൻ്റെ ലുക്ക് എല്ലാം ഈ വണ്ടിയിലുണ്ട്. നിങ്ങൾക്കറിയാം ഇവൻ്റെ ബിഗ് ഡാഡി 1050 വീസ്റ്റോമിനെ പറ്റി. പിന്നെ അതിനൊരു 650 ഉണ്ട്, 800 ഉണ്ട്. ആ ഒരു ബ്ലഡ് ലൈൻ തന്നെയാണ് നമ്മുടെ സുസുക്കി വീസ്റ്റോം 250 SX. പിന്നെ ഇവൻ്റെ പ്രൈസിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വണ്ടി തേർഡ് ഗിയറിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന്. നമ്മുടെ വീസ്റ്റോം തേർഡ് ഗിയറിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. അതേ നോക്കിയോ, വണ്ടി തേർഡ് ഗിയറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു സ്ട്രെയിനും കൂടാണ്ട് ഇപ്പോൾ വണ്ടി എടുത്ത് കാണിച്ചു തരാം. ഗിയറൊന്നും മാറിയിട്ടില്ല, അതുപോലെയാണ് വണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലച്ച് പയ്യോട്ട് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി ഈസിലി കയറിപ്പോവും. അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസിങ്, ഈ വണ്ടി ഏകദേശം 2,80,000 രൂപയും അതിൻ്റെ കൂടെ ആക്സറീസ് എല്ലാം കൂടെ പുള്ളിക്ക് ഏകദേശം 3 ലക്ഷം രൂപ കോസ്റ്റ് വന്ന വണ്ടിയാണ്. ഈ വണ്ടി ഇപ്പോൾ നമ്മൾ സെയിലിന് ഇട്ടിരിക്കുന്നത് വെറും 2,25,000 റുപ്പീസിനാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിലും സെല് ചെയ്യാനാണെങ്കിലും വരുന്ന സ്ഥലം S2 ബൈക്സ് കലൂർ. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. പിന്നെ നിസാബുക്ക ഇല്ലാത്തത്, പുള്ളി കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോസിൽ എന്തായാലും നിസാബുക്ക വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.